നമ്മൾ പലർക്കും പല കാര്യങ്ങളും ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇട്ടുപോകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാലിലൂടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യാൻ ഒരു ടാസ്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് നീക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ടി വരുന്ന ഒരു രീതി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി, ഫിനിഷ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, FINISH, ഫിനിഷ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. F എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ ടാസ്ക്. അതായത് നമുക്ക് എന്ത് ടാസ്ക് ആണോ ചെയ്യാനുള്ളത് ആ ടാസ്കിൽ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്കുകൾ പലപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിടാറുണ്ട്. ഒരു 5 ടാസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ 20% വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 20% കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് അത് ഒരു ടാസ്ക് ആണെങ്കിൽ നമുക്ക് 100% കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് നമുക്ക് തീർത്തിരിക്കണം. അപ്പോൾ എന്താണോ ടാസ്ക് ആ ടാസ്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് F എന്നുകൊണ്ട് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്, ഫോക്കസ് ഓൺ ദ ടാസ്ക്. രണ്ടാമത് വരുന്നത് I ആണ്. I എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ പ്രയോറിറ്റി എന്നുള്ളതാണ്. നമുക്ക് എന്ത് ടാസ്ക് ആണോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ടാസ്ക് ആണോ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാനുള്ളത് എന്നുള്ളത്. എന്നിട്ട് അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ മേലോട്ട് കൊണ്ടുവരിക. ആ പ്രയോറിറ്റൈസ് ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് വരുന്നത് N ആണ്. നെവർ എവർ പ്രൊക്രാസ്റ്റിനേറ്റ്. അതായത് ഒരിക്കലും പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ആ ടാസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരു ടാസ്ക് എടുക്കുള്ളൂ എന്നുള്ളതും, അതല്ലെങ്കിൽ ഈ ടാസ്ക് തൽക്കാലം ബാക്കിയുള്ള നാളെ ചെയ്യാമെന്ന് വെക്കുന്ന രീതി മാറ്റി വെക്കുക. നെവർ എവർ പ്രോക്രാസ്റ്റിനേറ്റ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനം തന്നെ നമ്മുടെ എബിലിറ്റിയെ പിന്നിലേക്ക് വലിക്കുന്ന സാധനം. അതുകൊണ്ട് ഒരിക്കലും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോകരുത്. നെവർ എവർ പ്രോക്രാസ്റ്റിനേറ്റ്. എന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വീണ്ടും ഒരു അടിയാണ്. പിന്നെ വരുന്നത് വീണ്ടും ഒരു I തന്നെയാണ്. അത് ഇഗ്നോർ ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്ത്, ഈ എന്ത് ടാസ്ക് എടുത്തത് അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരുന്ന കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, കുറെ പ്രശ്നങ്ങൾ. അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഉദാഹരണത്തിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്യുന്നതിന്, ഇമെയിൽ ചെക്ക് ചെയ്ത് ഇന്ന സമയം വരെ ചെയ്യുള്ളൂ എന്നുള്ളത് നോക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇന്ന സമയത്താണ്. മോർണിംഗിൽ ഒരു 8 to 9 ആണെങ്കിൽ 8 to 9 ആ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 1 മണിക്കാണ് നമ്മൾ ഇമെയിൽ അടുത്ത മെയിൽ ചെക്ക് ചെയ്യുള്ളൂ എന്നുള്ള സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനിടയിൽ വരുന്ന ഈ തടസ്സങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഈവൺ നമ്മുടെ മൊബൈലിൽ വരുന്ന SMS മെസ്സേജുകളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയതിന് മാത്രം നോട്ടിഫിക്കേഷൻ എടുക്കുന്ന രൂപത്തിൽ മാറ്റി മറ്റ് എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് അതാണ് അടുത്തായി. പിന്നീട് വരുന്നത് S ആണ്. സ്റ്റേ ഓർഗനൈസ്ഡ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിരിക്കണം കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമെയിൽ ചെക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക സമയം, അതുപോലെ വാട്സപ്പ് നോക്കുന്നതിന് മറ്റ് പ്രത്യേക സമയങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഓഫീസിനകത്ത് നമ്മുടെ ടൈം വളരെ ഓർഗനൈസ്ഡ് ആക്കി വെക്കുക. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്ന രൂപത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ടാസ്ക്, നമ്മൾ അക്കൗണ്ട്സുമായി ഇരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഇരിക്കുന്ന ഒരു ടൈം ഉണ്ടാവും. സെയിൽസ് ടീമിനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ഉണ്ടായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലുള്ള കോൾസോ കാര്യങ്ങളോ കസ്റ്റമറെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു കൃത്യമായ ഒരു ടൈം നമുക്ക് ഉണ്ടാവണം. അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനത്ത് നമുക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് H എന്ന് പറഞ്ഞാൽ ഹാവ് എ റിവാർഡ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത് കഴിയുന്ന ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. യു വെൽ ഡൺ മാൻ എന്ന് പറയുക, യു ആർ എസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിൽ നമുക്കൊരു റിവാർഡ് നമ്മൾ തന്നെ കൊടുക്കുന്ന രൂപത്തിൽ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ FINISH എന്ന് പറയുന്ന ഫിനിഷ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരാതെ പോകുന്ന കംപ്ലീറ്റ് ആയി വരുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനും നമുക്കൊന്നും നാളത്തേക്ക് വെക്കുന്ന ഒരു സിസ്റ്റം ഇല്ലാതിരിക്കാൻ നമുക്കിത് സഹായിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.